നമസ്കാരം. ആദർശ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NIOS +2 SSLC ഏപ്രിൽ 2026 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. NIOSന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം സ്ട്രീം 1 ബ്ലോക്ക് 1 മാർച്ച് ഓർ ഏപ്രിൽ 2026 എക്സാമിനേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ എലിജിബിൾ ലേണേഴ്സ് ഫോർ എക്സാമിനേഷൻസ് പ്രിയർ ടു സെപ്റ്റംബർ ഓർ ഒക്ടോബർ 2025 പബ്ലിക് എക്സാമിനേഷൻ ഇവരാണ് 21 നവംബർ 2025 മുതൽ 20 ഡിസംബർ 2025 വരെയുള്ള സമയപരിധിക്കുള്ളിൽ ഫൈൻ ഇല്ലാതെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. പിന്നെ 150 രൂപ ഒരു സബ്ജക്റ്റിന് വെച്ചിട്ട് ലേറ്റ് ഫീ വരുന്ന തരത്തിൽ 21 ഡിസംബർ 2025 മുതൽ 31 ഡിസംബർ 2025 വരെയുള്ള സമയപരിധിയിൽ നിങ്ങൾക്ക് ലേറ്റ് ഫീയോട് കൂടിയിട്ട് പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. പിന്നെ കൺസോളിഡേറ്റഡ് ലേറ്റ് ഫീ ആണ്. അത് ഒരു ലേണറിന് 1600 രൂപ വെച്ചിട്ട് ഫൈൻ വരും. ഈ ഫൈനുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എക്സാം ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി കൺസോളിഡേറ്റഡ് ലേറ്റ് ഫീ ആണെങ്കിൽ അത് 1 ജാനുവരി 2026 മുതൽ 10 ജാനുവരി 2026 വരെയുള്ള ആ ഒരു സമയമാണ്. സെപ്റ്റംബർ ഓർ ഒക്ടോബർ 2025 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷ എഴുതിയിട്ടൊക്കെ നിൽക്കുകയല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെന്തെങ്കിലും സബ്ജക്റ്റിൽ ഫെയിൽ ആവുകയോ മറ്റോ ചെയ്യുകയോ അവർക്ക് എക്സാം ഫീസ് അടയ്ക്കാനുള്ള ആ ഒരു ഡേറ്റും കാര്യങ്ങളും ഒക്കെ വേറെ ഒരു നോട്ടിഫിക്കേഷനിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ കൂടെ ആവില്ല. അതോർത്ത് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫൈൻ ഇല്ലാതെ 21 നവംബർ 2025 തൊട്ട് 20 ഡിസംബർ 2025 വരെയുള്ള ടൈമിൽ എല്ലാവരും എക്സാം ഫീസ് അടയ്ക്കണം കേട്ടോ. അപ്പോൾ ഫൈൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ എക്സാം ഫീസ് അടയ്ക്കുക. ലാസ്റ്റ് ഡേറ്റ് ആവാൻ നോക്കണ്ട. വല്ല സൈറ്റ് പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ജനുവരി 10 ശേഷം എക്സാം ഫീസ് അടയ്ക്കാൻ നിലവിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതല്ല. അതായത് സകല ലേറ്റ് ഫീയോടും കൂടിയിട്ട് ജനുവരി 10 വരെയാണ് നിലവിലുള്ള നോട്ടിഫിക്കേഷനിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞാൽ അത് നീട്ടാമെന്നല്ലാതെ ജനുവരി 10 ശേഷം നിങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതല്ല എന്നും കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാം ഫീസ് അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സ്റ്റുഡൻസിന് 4 സബ്ജക്റ്റൊക്കെ കാണിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷത്തെ ഗ്യാപ്പ് നമുക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 4 സബ്ജക്റ്റിനെ എക്സാം ഫീസ് അടയ്ക്കാനും രജിസ്റ്റർ ചെയ്യാനും പറ്റുള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് 4 സബ്ജക്റ്റേ ഉള്ളൂ. അത് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട. അവർക്ക് നെക്സ്റ്റ് ടൈം മാത്രമായിരിക്കും ബാക്കി 1 or 2 സബ്ജക്റ്റുകൾ അവശേഷിക്കുന്നത് എഴുതിയെടുക്കാനുള്ള പരീക്ഷാ ഫീസ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് സബ്ജക്ട്സിനാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്, അതായത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എഴുതാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി വേണം പരീക്ഷാ ഫീസ് അടയ്ക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇനി ഒക്ടോബറിലേക്കും കൂടിയൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ, പഠിച്ചിട്ടില്ലാത്ത സബ്ജക്റ്റുകളും എല്ലാം ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് വെറുതെ പേയ്മെൻറ്റ് ചെയ്തിടേണ്ട കാര്യമൊന്നുമില്ല. എഴുതാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മാത്രം എക്സാം ഫീസ് അടച്ചാൽ മതി. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. എക്സാം ഫീസ് ടൈമിന് തന്നെ അടയ്ക്കുക. അതുപോലെ NIOSൻ്റെ പോർട്ടൽ വഴി മാത്രം എക്സാം ഫീസ് അടയ്ക്കുക. നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണോ ആ സബ്ജക്ട്സ് കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. ലേറ്റ് ഫീ പീരീഡ് വരെ വെയിറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണോ ആ സബ്ജക്ട്സിൻ്റെ അസൈൻമെൻറ്റുകളും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഈ പറയുന്നത് പോലെ പാസ്സാവാൻ സാധ്യമല്ല എന്നും കൂടി മനസ്സിലാക്കുക. നിങ്ങൾ അസൈൻമെൻറ്റും കൃത്യമായിട്ട് വെക്കണം. എക്സാം എഴുതാൻ ഏത് സബ്ജക്ട്സ് ഒക്കെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സബ്ജക്ട്സിന് കൃത്യമായിട്ടും അസൈൻമെൻറ്റ്സ് വെക്കണം. എല്ലാ സബ്ജക്ട്സും എഴുതുന്നവരെ കുറിച്ചല്ല പറയുന്നത്. അവർക്ക് എല്ലാ സബ്ജക്ട്സും തന്നെ അസൈൻമെൻറ്റ് വെക്കേണ്ടതാണ്. അതേസമയം ഇതുപോലെ ഗ്യാപ്പിൻ്റെ പ്രശ്നമൊക്കെയുള്ള ആളുകൾ അവർ 4 സബ്ജക്റ്റാണ് എഴുതുന്നത് എങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റുകളിൽ 4 എണ്ണം നിങ്ങൾ പരീക്ഷാ ഫീസ് അടയ്ക്കുമ്പോൾ ആ സബ്ജക്റ്റുകളുടെ അസൈൻമെൻറ്റ്സ് വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ് കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. നമ്മുടെ ആദംസിനോടൊപ്പം നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ആദംസിൽ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സസ് അവൈലബിൾ ആണ് ഇവിടെ. നിങ്ങൾ ഏതൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിലും അതിവിടെ പ്രശ്നമല്ല. നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സസ് ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. 10th ആണെങ്കിലും +2 ആണെങ്കിലും ഇനിയിപ്പോൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആണെങ്കിലും ഒന്നും ഇവിടെ വിഷയമല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്യൂഷൻ ക്ലാസ്സസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലും കാര്യമായിട്ട് ഈ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായി നമ്മുടെ ചാനലിൽ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. താങ്ക്